ഞായറാഴ്ച രാവിലെയാണ് പുലിയാർകുന്ന് വീട്ടിൽ സി സതീശന്റെ 1 വയസ്സുള്ള മേയാൻ വിട്ട പശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പൂക്കോട് വെറ്റിനറി കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പശുവിന്റെ ഏരിയയിലാണ് പോയത്. അവിടെ ചെന്ന് കണ്ടില്ല. പിന്നെ ഈ പുലിശല്യമുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അതിൻ്റെ അടുത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്ന് 1 മണിക്കൂർ, ഒരു 10:30 മണി കഴിഞ്ഞ ശേഷം എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒച്ച കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ ഓടി ചെന്നതാണ്, ടോർച്ച് അടിച്ച് ചെന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. 3 മാസത്തിനിടെ 4ാമത്തെ വളർത്തുമൃഗമാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ 1 മണിക്കൂറോളം കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത ഉപരോധിച്ചു. പശുക്കിടാവിനെ റോഡിൽ കിടത്തിയാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത്. ഉപരോധത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തുടർന്ന് കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, സൗത്ത് വയനാട് DFO അജിത് K രാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. മേഖലയിൽ കൂട് സ്ഥാപിക്കാനും രാത്രികാലങ്ങളിൽ വനപാലകരെ സ്ഥലത്ത് വിന്യസിപ്പിക്കാനും തീരുമാനമായി. നിലവിൽ നമ്മൾ കൂട് വെക്കാനുള്ള ഒരു ധാരണയായിട്ടുണ്ട്. ഈ പറയുന്ന കൊന്നിട്ട ഏരിയയിൽ തന്നെയാണ് കൂട്ടിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയില്ല ഇത് പുലിയാണോ കടുവയാണോ എന്നുള്ളത്. എന്നിരുന്നാലും ഇത് ഈ ഒരു പ്രദേശത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന വന്യജീവി വളർത്തുമൃഗങ്ങളെ കൊന്നതിനാലും ഇതിനെ കൂട് വെച്ച് പിടിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതേസമയം മേഖലയിലുള്ളത് കടുവയാണോ പുലിയാണോ എന്നതിൽ സ്ഥിരീകരണമില്ല. മേഖലയിൽ വീണ്ടും വന്യമൃഗ ആക്രമണം ഉണ്ടായതോടെ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.